വാഴ്ത്തട്ടെ. ഏറെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വർഷത്തെ നമ്മുടെ CSA പനച്ചമൂട് ഡിസ്ട്രിക്ട് 17ാമത് ഐക്യ കൺവെൻഷൻ 3 ദിവസം ദൈവജനം ഉയർത്തുവാൻ എനിക്ക് ലഭിച്ച ഏറെ അനുഗ്രഹീതമായ ഭാഗ്യത്തിനായ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഈ 3 ദിവസം ഇവിടെ ആയിരുന്നത് ഏറെ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ചും എനിക്ക് ഇത്തരത്തിൽ അവസരം ഒരുക്കിയ ഏറ്റവും സ്നേഹബഹുമാനമുള്ള ജില്ലാ ചെയർമാൻ അച്ഛൻ റവറൻഡ് ശാലജ താമസ് അച്ഛനോടുള്ള ഹൃദയപൂർവ്വമായ നന്ദി സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. വളരെ ശക്തമായി പ്രാർത്ഥനയോടെ ഈ 8 സഭകളെ കോർത്തിണക്കി ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇത്ര ഭംഗിയായി ക്രമീകൃതമായി സിസ്റ്റമാറ്റിക്കലായി നടത്തുവാൻ അതിൻ്റെ പിന്നിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ശ്രമമുണ്ടെന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അച്ഛനോടുള്ള ഹൃദയപൂർവ്വമായ നന്ദി സ്നേഹത്തെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഉള്ളായിട്ട് അച്ഛനെ ബലപ്പെടുത്തട്ടെ എന്ന്, കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സീനിയറായ അനുഗ്രഹീതനായ വേദിക ശ്രേഷ്ഠനാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ. അതോടൊപ്പം തന്നെ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്തുദാസ് സുവിശേഷകർ, നേരത്തെ എനിക്ക് പരിചയമുണ്ട്. തൊട്ടവാരം സഭയിൽ പോയി പഠിച്ച് ഞങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് ഇതിൻ്റെ വിധങ്ങളായ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ, ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ലൂതറൻ ചർച്ചിലെ അനുഗ്രഹീതനായ വൈദ്യശ്രേഷ്ഠൻ ക്രിസ്തുദാസ് അച്ഛൻ, പ്രാർത്ഥനയെ നമ്മൾ നയിച്ച പ്രിയപ്പെട്ട പാസ്റ്റർ, അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടെ വളരെ അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുവിശേഷകർ, പ്രിയപ്പെട്ട വെൻട്രിജോ സുവിശേഷകർ, ലാസ്റ്റൻ സുവിശേഷകർ, വിജയരാജ് സുവിശേഷകർ, അങ്ങനെ നിരവധി ആളുകൾ വളരെ ശക്തമായി പ്രവർത്തിച്ചു. എല്ലാവരും നീ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ 3 ദിവസം താമസിച്ചത് പ്രിയപ്പെട്ട വെൻട്രിജോ, പ്രിയപ്പെട്ട സുവിശേഷകരുടെ വീട്ടിലാണ്. ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ നന്ദി കേടായി പോകുമല്ലോ. വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുവാനും എല്ലാം യാതൊരു പ്രയാസമില്ലാതെ പ്രിയപ്പെട്ട സാറ്, അതോടൊപ്പം തന്നെ ഒരു SI ആയിരുന്നു, റിട്ടയർഡ് ചെയ്തതാണ്. എത്ര എളിമയോടെയാണ് ഞാൻ തന്നെ അങ്ങോട്ട് പലപ്പോഴായി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് SI ആയിരുന്നെന്നൊക്കെ. എപ്പോഴും ഒരുപാട് കാര്യം സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. ഒരു വിധത്തിലും ഹെഡ് വെയിറ്റും ഇല്ലാതെ എല്ലാവരും രണ്ടുപേരും, അത് സാറും അതോടൊപ്പം തന്നെ പ്രിയ ടീച്ചറും, ആ കുടുംബാംഗങ്ങൾ അത്ര മനോഹരമായി ഒരു കുടുംബത്തിൻ്റെ അംഗത്തെ പോലെ സ്നേഹിച്ച് കരുതി എല്ലാ കാര്യം ക്രമീകരിച്ചു. ഹൃദയപൂർവ്വമായി നന്ദി സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. രുചികര ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇതിനു വേണ്ടി വലിയ വിധപ്പാടുണ്ട്. എങ്കിലും ഓർത്ത് ഇത്രയും അച്ഛൻ യാത്ര ചെയ്യണമെന്നൊക്കെ പ്രിയപ്പെട്ട സുവിശേഷകൻ എന്നോട് പറഞ്ഞു. ഒന്നും പ്രശ്നമില്ല, തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാണ്. വളരെ മിടുക്കനായൊരു സുവിശേഷകനാണല്ലോ പ്രിയപ്പെട്ട വെൻട്രിജോ. സുവിശേഷകർ പാടുവാനും കീബോർഡ് വായിക്കുവാനും അത് ഓർഗനൈസ് ചെയ്യാനൊക്കെ പ്രത്യേകമായി കഴിവുണ്ട്. നിങ്ങൾക്കെല്ലാം വളരെ നന്ദി അറിയിക്കുകയാണ്. ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാനും നന്ദി പറഞ്ഞ സമയം കളയുന്നില്ല. ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി പ്രിയപ്പെട്ട അനിൽകുമാർ സാർ, ഇതിന് പിന്നിൽ അധ്വാനവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു ഫലം നമുക്കിത് അനുഭവിക്കാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ട സാറിനോടുള്ള നന്ദി സ്നേഹം, ഡിസ്ട്രിക്ട് അക്കൗണ്ടിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും, പ്രത്യേകിച്ചും ശബ്ദവും വെളിച്ചംക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇതാ ഇച്ചിരി പ്രശ്നമല്ലേ, നന്ദിയൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് വലിയ എളുപ്പമാണ്. ഇത് 3-ാം നാളാണ്. വളരെ ദൈവാശ്രയിച്ചോടെ മുൻവിധികളൊന്നും കൂടാതെ അനുഗ്രഹീതമായിരിക്കുക ദൈവനാമത്തെ ഞാൻ പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ കുമ്മളിയിലാണ്, എൻ്റെ സ്വദേശം എന്നത് കട്ടപ്പനയാണ്. കുമ്മളി ക്രൈസ്റ്റ് ചർച്ചിലാണ് സുവിശേഷം പ്രത്യേകിച്ചും ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലൂടെ സിയോൺ ക്ലാസിക്സ് എന്ന് പറയുന്ന ചാനലിലൂടെ, മോർണിംഗ് പ്രയർ എന്ന ചാനലിലോ, ഡിവൈൻ മെലഡീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ, ഷെയർ ചാറ്റിലോ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഈ നാളുകളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ റീൽസ്, അതോടൊപ്പം മോർണിംഗ് പ്രെയറൊക്കെ ഉണ്ട്. എൻ്റെ നമ്പർ ഞാൻ തന്നിട്ട് പോകാം, ഫോളോ ചെയ്യുകയാണ്. രാവിലത്തെ മോർണിംഗ് ഡിവോഷൻ എൻ്റെ ഗ്രൂപ്പിൽ, പ്രത്യേകം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും രാവിലത്തെ മോർണിംഗ് പ്രെയർ അങ്ങനെ കേൾക്കുവാനാണ് കഴിയുമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നത്തെ രാത്രിയുടെ ചിന്തകൾക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു. കണ്ടുകളടയ്ക്കാം, പ്രാർത്ഥിക്കുക. വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞവനായി പാർത്ത ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യ വാക്കുകളൊക്കെ മാറിപ്പോകുമ്പോൾ തമ്പുരാനെ, അങ്ങയുടെ വചനം എന്നേക്ക് നിലനിൽക്കാനായി സ്തോത്രം ചെയ്യുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള
നൂറ് പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന, നൂറുമേനി ആത്മീയ ഫലമുളവാക്കുന്ന ദൈവത്തെ വചനം ശക്തിയോടെ, മഹിമയോടെ, ബലത്തോടെ ഈ രാത്രി ദൈവമേ പൂർണ്ണമായി സംവദിപ്പാൻ കൃപ നൽകണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനം കർത്താവ് കേൾക്കുന്ന എല്ലാവരും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവാത്മാവിനെ നിറച്ച് ശക്തീകരിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നലെ രാത്രി നാം വെളിപ്പാട് പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും 7 മുദ്രകൾ ഇട്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചും, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ പേരെവിടെയെന്നും, ഇങ്ങനെ പ്രത്യേകമായി ഈ അന്ത്യകാലവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 1-ാം ദിവസം തീരം, തിരമാല, തീക്കനലാൽ തിരുത്തപ്പെട്ട ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തെ അടർത്തിയെടുത്തുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന, ചേർക്കാൻ വരുന്ന ഇളം മൂടമഞ്ഞിലൂടെ മെല്ലെയൊന്ന് പാളി നോക്കുമ്പോൾ കരയ്ക്കാരോ ഒരാൾ കാത്തിരിപ്പുണ്ടെന്നും അത് ക്രിസ്തുവാണെന്നും എന്ന തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് 1-ാം ദിവസം നമ്മൾ കേട്ടത്. ഇന്ന് യേശുവിൻ്റെ 2ാമത്തെ വരവുമായി ബന്ധപ്പെട്ട് മുഖവരകളൊന്നുമില്ലാതെ പ്രവേശിക്കുവാൻ സമയപരിധിക്കുള്ളിൽ ഞാൻ ശ്രമിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ പറയുകയുണ്ടായി. മറുനീക്കി പുറത്തു വരുന്ന ഒളി സാഹിത്യം എന്നറിയപ്പെടുന്ന യുഗാന്ത്യപരമായ പ്രവചനങ്ങൾ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ AD 90-95 കാലഘട്ടത്തിൽ, ഡൊമീഷ്യൻ കൃത കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം അന്ത്യകാല പ്രവചനങ്ങളെ ഈ കാലഘട്ടത്തിലും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വരവ് നമ്മുടെയൊക്കെ വലിയ പ്രത്യാശയാണ്. യേശു വരുവോ? യേശു വരുമെന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ആര് വരുമെന്നാണ് ചോദിച്ചേ? പനച്ചുമൂടിൽ ആരെങ്കിലും കൊന്നിട്ടൊരാൾ ജയിലിൽ പോയിട്ട് പരോളിന് ഇറങ്ങുമെന്നാണോ ചോദിച്ചേ? ആണോ? ആര് വരുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ഇത്ര അവശതയിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചങ്കില് ചോറ് തന്ന് വീണ്ടെടുത്ത പ്രാണനാഥൻ പീലാത്തോസിന്റെ ഗവതിക്കുന്ന കൽത്തളത്തിന് അടികളിട്ട് നിണമൊഴുകുന്ന പാടെ ചുട്ടുവെള്ളുന്ന വെളുത്ത് പൊട്ടിത്തകർന്ന ശരീരത്തിലൂടെ ചുടുചോരക്കണങ്ങൾ ഇങ്ങനെ ധാരയൊഴുകി വീച്ചും വിറച്ചും വീണും എഴുന്നേറ്റും മുഖമടിച്ചും തകർന്ന് നമുക്ക് വേണ്ടി അവസാന രക്തം വരെ നൽകി നമ്മെ വീണ്ടെടുക്കുക, ഒരുപക്ഷെ ചേർക്കുവാൻ വരുന്ന യേശു വരുന്നെന്ന് പറയുമ്പോൾ ഉള്ളം തുടിക്കണ്ടേ, കണ്ണ് നിറയണ്ടേ, ശക്തമായി ആ ഒരു വലിയ തീയോടെ, ഒരു വലിയ ബലത്തോടെ, ഉള്ളിൽ തീയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു വരുമെന്ന് പറയാം, പാദം തുടിക്കണോ, ഉള്ളം തുടിക്കണോ? ഈ ലോകത്തിലെ ജീവിതമൊക്കെ ഒരു അല്പകാലം മാത്രമാ. യേശുവിന്റെ വരവിന് 4 ലക്ഷണങ്ങൾ. സ്തോത്രം. 1 യഹൂദ ലക്ഷണം, 2 ജാതീയ ലക്ഷണം, 3 മാർഗ ലക്ഷണം, 4 പ്രപഞ്ച ലക്ഷണം. യഹൂദ ലക്ഷണം, അത്തി നോക്കി ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതളിർക്കുമ്പോ വേനൽ അടുത്തുവെന്ന് അറിയുന്നുവല്ലോ. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടെ മർക്കോസ് സുവിശേഷകൻ പറയുക, അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതളിർക്കും വേനൽ അടുത്തുവെന്ന് അറിയണോ? വേനൽ അടുത്ത് സംഭവിക്കുന്ന കാര്യം അവൻ അടുക്കൽ വാതിക്കൽ നിൽക്കുക. അപ്പോൾ 1 അത്തി തളിർത്തു. എന്നാണ് അത്തി തളിർത്തത്? 1948 മെയ് മാസം 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയൻ ഇസ്രായേലിൽ ഗോല മലമടക്കുകളിൽ ഇസ്രായേലിന്റെ പതാക ഉയർത്തിക്കെട്ടിയപ്പോൾ അത്തി തളിർത്തു. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അത്തി തളിർത്ത. 2 വേനലടുത്തു എന്നുള്ളതാ. 3 അവൻ അടുക്കൽ വാതിക്കൽ. ആരാ അടുക്കൽ വാതിക്കൽ? അടുക്കൽ വാതിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കറിയാം യേശു ആയിരിക്കും. ഇവിടെ പറയുന്ന എതിർക്രിസ്തുവിനെ കുറിച്ചാ. വേനലടുത്തു, അടുക്കൽ വാതിക്കൽ. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാ, നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടം. കാളവ് കൊണ്ട് യൂത്തുന്ന കമ്പ്യൂട്ടറിലേക്ക് എത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ വിരത്തുമ്പിൽ ലോകം ഒരു കുടക്കീഴിൽ വന്നിരിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിന്റെ തെളിവാണ്. ബോംബെയിൽ ഒരു റോബോട്ട് വന്ന് മേരാന സോവിയ നമസ്തേ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യയോട് സംസാരിച്ചപ്പോ ലോകത്തിൽ വിജ്ഞാനികളൊക്കെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ വ്യക്തമായ ഉത്തരങ്ങൾ സോവിയ റോബോട്ട് ചെയ്തെങ്കിൽ എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ അറിയാ, നാളെയുടെ കാലഘട്ടത്തിൽ അൾത്താരയിൽ അച്ഛന്മാർ ആവശ്യമില്ല, റോബോട്ടുകൾ കുർബാന ചൊല്ലുന്ന, റോബോട്ടുകൾ ആരാധന അർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പരിസരങ്ങൾ, പ്രപഞ്ച ലക്ഷണങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ ലോകസംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലോ, ആരാധിച്ചാലും ഇല്ലെങ്കിലോ, പള്ളി വന്നാലും ഇല്ലെങ്കിലോ, സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലോ, ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഒരു യുദ്ധമല്ല, യേശുവിന്റെ വരവാണ്. സ്തോത്രം. യേശു വരുമെന്ന് ഉള്ളു തുടിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ അത്തി തളിർത്ത, വേനലടുത്ത, അവനടുക്കൽ വാതിക്കൽ നിൽക്കുന്ന ചരിത്ര പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുക. എങ്ങനെ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അന്ത്യകാലത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക്
ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ അറിയാം ഇത് അന്ത്യകാലമാ. കോവിഡിന്റെ മറവിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് യഹൂദന്മാരൊക്കെ അവിടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ആമോസ് പ്രവചനം പറയുന്നു, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ എന്റെ ജനത്തെ ഞാൻ മടക്കി വരുത്തുമ്പോ ഇതൊക്കെ സംഭവിക്കുമ്പോ ഇത് അന്ത്യകാലമാണെന്ന് അറിയണം ദൈവമക്കളെ. അപ്പോൾ അന്ത്യകാലമാകുന്ന സമയത്ത് നമുക്കറിയാം ഏലാത്ത് വാലിയിൽ ഇസ്രായേലിന്റെ മണ്ണിൽ എന്റെ വൈഫ് ഇസ്രായേൽ, അതുകൊണ്ട് ആ ചരിത്രം കൂടുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ ഓർക്കുന്ന ഒരു കാര്യം, അവിടെ പ്രത്യേകമായ വീടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുക. യഹൂദൻ മടങ്ങി വരുമ്പോ അവന് വസിക്കാൻ വേണ്ടിയുള്ള ഇടങ്ങൾ, വീടുകൾ ഇസ്രായേലിൽ പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ മണ്ണിൽ യാഗം കഴിക്കാനുള്ള ചുമന്ന പശുക്കൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഹർമഗദോ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ഡെഡ് ബോഡികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ ക്രമീകരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ചൈനയിൽ നിന്നൊരു സിൽക്കി പാതയുടെ പണി അത് പൂർത്തിയാക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കുക ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം ഇതാണ്. ഇസ്രായേലിന്റെ തലസ്ഥാനം ടെൽ അവീവിൽ നിന്ന് മാറ്റി യെരുശലേമിലേക്ക് വന്നു. സെക്രിയ പ്രവചനം 12-ാം അധ്യായം ആ പ്രവചനത്തിന്റെ നിവൃത്തിയ അന്നാളിൽ യെരുശലേമിനെ ഭാരമുള്ള കല്ലാക്കി വെക്കുമ്പോ നീ ഓർത്തോണോ അന്ത്യകാലത്തിൽ വരികയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പോകുന്നത് ഇത് വലിയ വിഷയമായതുകൊണ്ടും ഇത് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാൻ വേണ്ടി അത് ശ്രദ്ധയോടിരിക്കണം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തോണം, ഒരു ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛ വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. പിന്നെ അവനോട് വിശദമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഉറക്കം വരാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? വെളിപ്പാട് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. അപ്പോഴവൻ സ്വാഭാവികം ഉറങ്ങിപ്പോവും. ഇങ്ങനെയാ, നമുക്കിന്ന് സമയമില്ല. പണ്ടൊരു അമ്മച്ചി പ്രാർത്ഥിക്കുന്ന പറഞ്ഞ സമയമില്ലാത്തത് കൊണ്ട് 23-ാം സങ്കീർത്തനം കാണാതെ ചൊല്ലും. ഏതാ? യഹോവയുടെ ഇടയനാകുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പലരും നന്നായിട്ട് പാടി കേട്ടോ, പറയാൻ മറന്നുപോയി. അനുഗ്രഹീതം പാടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചിയുടെ പ്രാർത്ഥന ചെയ്ത 23-ാം സങ്കീർത്തനം പെട്ടെന്ന് അങ്ങ് കാണാതെ ചൊല്ലിക്കിട്ട് ഇങ്ങനെ പറയും, കർത്താവെ നീ എല്ലാം അറിയുന്നു, കട്ടിലേക്ക് മറിയുന്നു. കർത്താവെ നീ എല്ലാം അറിയുന്നു, ഞാൻ എന്താ കട്ടിലേക്ക് മറിയുന്ന. സമയമില്ലാത്ത ഒരു കാലഘട്ടമാ. അന്ന് 24 മണിക്കൂറാ, ഇന്നും 24 മണിക്കൂറാ. അപ്പോൾ അന്ത്യകാലത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു, ഒന്നെങ്കിൽ പേര് ജീവന്റെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ എവിടെ എഴുതുന്ന പറഞ്ഞേ? മണ്ണിൽ എഴുതി വെക്കും. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ദൈവമേ നിത്യതയിൽ പോകാൻ വേണ്ടി ഇരിക്കുക. യേശുവിന്റെ വരവിന് 4 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ യേശുവിന്റെ വരവ്, ഒന്ന് റാപ്ചർ, ഉൾപ്രാവണം, മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് വായിക്കാം. 104-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. വളരെ പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. ഈ വിഷയത്തിന്റെ യാന്ത്രികത മനസ്സിലാക്കുക. ദൈവജനത്തിന്റെ വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. വായിക്കുക 104-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. മേഘങ്ങളെ ചേരാക്കി കാറ്റിൻ ചിറകിലേറി, അപ്പോൾ ഒന്ന് നമ്മെ ചേർക്കാൻ ഒരു മേഘൻ മഹാൻ വരാനിരിക്കുന്നു. അതിന്റെ പേരാണ് മേഘപ്രത്യക്ഷത. മറ്റൊരു പേര് അതിന് പറയുന്നത് രഹസ്യവരമെന്ന. യേശുവിന്റെ വരവ് ഒന്നാമത് സംഭവിക്കുന്നത് മധ്യാകാശത്തിലാണ്. ആ മധ്യാകാശത്തിൽ യേശു വരുന്നതിന് പറയുന്നതാണ് മേഘപ്രത്യക്ഷത, ഉൾപ്രാവണം, റാപ്ചർ എന്ന് ഓർക്കണം. അപ്പോൾ യേശുവിന്റെ വരവ് എങ്ങനെ അറിയാം? യേശു വന്നെന്ന് എങ്ങനെ അറിയാൻ പറ്റും? സാധാരണ ഒരു പാട്ടുണ്ട് നമ്മൾ പാടുന്ന, എണ്ണയുണ്ടോ? നമ്മുടെ പ്രശ്നം അതാ, അടുത്തവന്റെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന്. ചിലര് ഈ ചാക്കുമായിട്ടാണ് നടക്കുന്നെന്ന് പറയുന്നത്. സഞ്ചിക്കകത്ത് ചാക്കിൻ്റെ അകത്ത് മണ്ണുമായിട്ടാണ് നടക്കുക. എന്തിനാണെന്നറിയാമോ? അടുത്തവന്റെ കഞ്ഞിക്കകത്ത് ഇടാനുള്ള മണ്ണുമായിട്ട് ഇവനിങ്ങനെ നടക്കുക. അപ്പൊ അടുത്തവന്റെ വിളക്കിൽ എണ്ണയുണ്ടോ എന്നുള്ള പ്രശ്നം. ഇന്ന് ഈ രാത്രി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാന നിറവോടെ, ആത്മനിറവോടെ, ഈ ഒരു വലിയ തീയോടെ ഇരിക്കുന്ന ദൈവ പൈതലാണോ തിരിച്ചറിയാൻ വേഗണോ? ഇന്ന് രാത്രി ഞാൻ പറയുന്നത് വിലാപം അതിനെ കുറിച്ച് പറയൂ. ഇസ്രായേലിന്റെ മണ്ണിൽ അടഞ്ഞു കിടക്കുന്ന ഗോൾഡൻ ഗേറ്റിന്റെ പ്രത്യേകത, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഭൂമിയുടെ അടിത്തട്ടിലുള്ള പ്രധാനപ്പെട്ട അറ, നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പോകുന്ന ചിപ്പിന്റെ പ്രത്യേകതകൾ, ഒരു വലിയ മൃഗം കയറി വരുന്നു, വെളിപ്പാട് 13. ഇത്രയും വിഷയങ്ങൾ ഈ വരവുമായി ബന്ധപ്പെട്ട് ഇച്ചിരി വേഗത്തിൽ പറയൂ. സമയപരിമിതിക്കുള്ളിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പറയുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒന്നും പഠിച്ചില്ലെങ്കിലും യേശുവിന് വരവിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. യേശു വരും എങ്ങനെ അറിയാം? തെസ്സലോനിക്ക ലേഖനത്തിൽ 4:16 പറയുന്ന കർത്താവ് താൻ പറഞ്ഞേ. നിങ്ങൾ കുറച്ച് ഉത്തരവൊക്കെ പറ, സന്തോഷമായിട്ടിരിക്കെ. ബാൻഡ് സെറ്റ് വരുന്ന പോലെ അപ്പൊ യേശു വരാൻ പോകുന്നല്ലേ?
എപ്പോൾ സമയം പറയുന്നുണ്ട്, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് ചിമ്മുന്ന സമയത്ത് യേശുവിന്റെ വരവ് സംഭവിക്കും. യേശു വരുന്നെന്ന് മറ്റൊരു പദം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, കള്ളം വരുന്നത് പോലെ വരുന്നു. കള്ളം നമ്മൾ വീട്ടിൽ കയറും, കുർവാസങ്ങ് കയറും എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉറങ്ങുക വീട്ടില്, എവിടെയൊക്കെ ഒലക്കയൊക്കെ ആയിട്ട് ഇത് പമ്മിയിരിക്കും, അവിടെയൊക്കെ നിങ്ങൾ ഇരിക്കൂ. കള്ളം വരുമ്പോൾ ഓർത്തോണം, നമ്മുടെ വീടിന് എത്ര വില കൂടിയ ഫ്രണ്ട് വാതിൽ വെച്ചാലോ അതിലൂടെ ഒരു കള്ളനും വരത്തില്ല. വീട് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഇതിനാ, ഫ്രണ്ട് ഡോറിന് വേണ്ടിയാ. പുറം വാതിലുകൾ ഉടയ്ക്കപ്പെടും. പ്രൈസല്ലോ. കള്ളം വരുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളവനെ ചേർക്കാനാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ഒരു മുറി അപ്പത്തിന് വേണ്ടി ഇരക്കേണ്ടി വന്നാലോ, ധനവാന്റെ പടിക്കൽ കിടക്കേണ്ടി വന്നാലോ, ലാസറേ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിശ്ചതയിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കണ്ണടഞ്ഞാലോ പ്രാണപ്രിയൻ അടുക്കൽ എത്തുമെന്ന് ഉറപ്പോടുകൂടെ കാത്തിരിക്കുന്ന ദൈവത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശു വന്നെന്നറിയാൻ പറ്റുന്നത് സ്വർഗമാ. ബന്ധമുള്ള ദൈവവേദന ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒരുപക്ഷെ ആരും നിന്നെ അത്ര കണ്ണെന്ന് വരത്തില്ല. വലിയ സൗന്ദര്യമോ പണമോ പദവിയോ ഡിഗ്രിയോ ജോലിയോ ഒന്നും വേണമെന്നില്ല. സ്വർഗമാ, ഉടയ തമ്പുരാനുമാ ബന്ധമുള്ള ദൈവമക്കൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കയ്യിലിരിക്കുന്നത് നിസാര സംഗതിയല്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു വെച്ചത്, യേശുവിനെ ഉയർത്തിയപ്പോ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സ്നാപകന യേശുവിനെ ഉയർത്തി കാണിച്ചപ്പോ തലവെട്ടി താളത്തിൽ വെച്ചു. പ്രസംഗം തീർന്നില്ല. അതിന്റെ പിന്നാലെ അന്ധതയിലും അജ്ഞതയിലും അടിമത്തത്തിലോ അന്ധകാരത്തിലോ അമക്തരായിരുന്ന ലോക ജനത്തിന്റെ അടിയിലേക്ക് ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തു തന്നിലേക്ക് വന്ന് ആടികളെ അന്ധകാര ശക്തിക്ക് അടങ്ങിയിരിപ്പാൻ അവതില്ലാതെ അധികാര വൃന്ദങ്ങളെ ആവാഹിച്ച് അവരെ ആയുധമായി ഉപയോഗിച്ച് ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ കാൽവീയുടെ മുകളിൽ യേശുവിനെ തകർത്ത് കളഞ്ഞ് വലിയൊരു കല്ലുരുട്ടി വെച്ച് കല്ലറ കവാടം അടച്ച് യേശു ഉയർക്കാതിരിക്ക ദൈവമൊഴികെ സമസ്ത ഭാഗത്തുനിന്നു കല്ലറ ഉറപ്പാക്കി. സ്തോത്ര. നമുക്കറിയാം മത്തായി സുവിശേഷം 27-ാം അധ്യായം 64 വായിച്ചു നോക്കുമ്പോ അവിടെ വന്ന് ഭടന്മാര് പറയുന്നുണ്ട്, പീലാത്തോസേ ഒരു കാര്യമുണ്ട്, ഈ ചതിയൻ 3-ാം നാൾ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവന്റെ ശിഷ്യന്മാര് വന്ന് യേശുവിന്റെ ശരീരം എടുത്ത ഇവൻ ഉയർത്തുന്നു വരും. ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ ശരീരം എടുക്കാൻ ധൈര്യമുള്ള എത്ര ശിഷ്യന്മാർ യേശുവിന്റെ കൂടെയുണ്ട്? യേശുവിനെ അരമനമറ്റത്ത് അവിടെ വിസ്തരിക്കപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ ഏതൊക്കെ മതിൽ ചാടി ഓടിയെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ആകപ്പാടെ കൂടെയുള്ളത് യോഹന്നാൻ ഈ ശരീരം എടുക്കാൻ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പീലാത്തോസിന് പറയുക, കല്ലറ ഉറപ്പാക്കണം. 3 വിധത്തിൽ യേശുവിന്റെ കല്ലറ ഉറപ്പാക്കി. ഇന്ന് രാത്രി യേശുവിന്റെ കല്ലറയിലേക്ക് ഹൃദയപൂർവ്വം നമുക്കൊന്ന് നോക്കാം. 1, പീലാത്തോസ് പറഞ്ഞതനുസരിച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി. 2, അവിടെ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ചു. 3, നമുക്കറിയാം വലിയൊരു കല്ലുരുട്ടി വെച്ച് കല്ലറ കവാടമടച്ചു. ഇന്ന് രാത്രി പറയട്ടെ, ഏത് കല്ലറയോ ഒരിക്കലുന്ന തുറക്കപ്പെടേണ്ടതാണെന്ന് തെളിവോടുകൂടെ ഇന്ന് രാത്രിയിലോ ഇസ്രായേലിന്റെ മണ്ണിൽ അവനിവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഒരു കല്ലറ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ചത്, പീലാത്തോസേ നീ കല്ലുരുട്ടി വെക്കുമ്പോ അറിയുന്നില്ലല്ലോ അകത്ത് കിടക്കുന്നവൻ ആരാണെന്ന്. കല്ലുരുട്ടി വെക്കുമ്പോ ഉള്ളം തുടിച്ച് ഇന്ന് രാത്രി നമുക്കറിയാം. അവിടെ യെശയ്യാപ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യത്തെ പറയുന്നു, യഹോവയാകുന്ന യാഗിൽ ശാശ്വതമായ പാറയായിട്ടുള്ളവൻ അകത്ത് കിടക്കുമ്പോ നീ കല്ലുരുട്ടി വെച്ച ഉയർപ്പ് തടയാൻ പറ്റത്തില്ല. 2, കാവൽക്കൂട്ടത്തെ നിർത്തി. 84-ാം സങ്കീർത്തനം 1 പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയാണ് അകത്ത് കിടക്കുന്നത്. 3, ഇമ്പീരിയൽ മുദ്ര വെച്ചു. എബ്രായർ 1:3 അകത്ത് കിടക്കുന്നവൻ തത്വത്തിന്റെ മുദ്രയാണെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ സങ്കടപ്പെടേണ്ട കാര്യമല്ല. ഇന്ന് രാത്രി ഓർക്കുക, കല്ലറകൾ തുറക്കപ്പെടും. സ്തോത്രം. അത് നമ്മുടെ പ്രത്യാശയാ. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? യേശുവിന്റെ വരവിൽ 2 കാര്യം സംഭവിക്കും. 1, മരിച്ച വിശുദ്ധന്മാർ കല്ലറകൾ തുറന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 2, ജീവനോട് ശേഷിക്കുന്നവർ, നമ്മൾ മരിച്ചില്ല ജീവനോടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രൂപാന്തരപ്പെടും. അപ്പോൾ 1, യേശു വരുന്നത് മണവാളനായിട്ടാണ്. സ്തോത്രം. മണവാളൻ വരുന്നത് എന്തിനു വേണ്ടിയാ? മണവാട്ടിയെ ചേർക്കാനാ. നമ്മുടെ വിവാഹ ശുശ്രൂഷയൊക്കെ അതുമായി ബന്ധപ്പെട്ട പല രൂപങ്ങൾ പ്രതീകങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഈ ലോകത്തിൽ
നാം വസിക്കുമ്പോൾ ഓർത്താ മതി, ഒറ്റയ്ക്ക് ഒരു യാത്രയുണ്ട്. ഒരു ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിച്ച സമയത്ത് അടക്കാൻ വേണ്ടി പെട്ടി കൊണ്ടുപോവുകയാണ്. പെട്ടി കൊണ്ടുപോകുമ്പോൾ നടന്നു പോകുന്ന ആൾക്കാർ കുറ്റിയെ തെട്ടി പെട്ടി താഴെ വീണു. പെട്ടി ഒന്ന് ഉരുണ്ടപ്പോൾ അകത്തുള്ള ആളിന് ജീവൻ വന്നു. ചിലരൊക്കെ മരിച്ചിട്ട് 2 ഇടിയൊക്കെ കൊടുക്കുമ്പോൾ സാധാരണ ജീവൻ വരുന്ന പോലെ അടക്കാൻ പോയ ആ വടിക്ക് പെട്ടി ഇതൊന്ന് താഴെ വീണു ഉരുണ്ടപ്പോൾ അകത്തുള്ള ആൾക്ക് ജീവൻ വന്നു. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ്സുമായിട്ട് തിരിയുമ്പോൾ മൂക്കിലൊക്കെ പഞ്ഞി വെച്ച് താടിയെ കെട്ടി ഭർത്താവ് വന്ന് പുറകെ നിൽക്കുന്നു. നിങ്ങൾ പോയില്ലായിരുന്നോ മനുഷ്യ? ഇല്ല. വീണ്ടും അവര് 20 വർഷം കൂടെ ജീവിച്ചു. പിന്നെയും മരിച്ചു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പോലെ പിന്നെയും ഉയർത്തിന്നിട്ടു അല്ലെ? പ്രത്യേകിച്ച് അവർ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഗായിക സംഘം വന്ന് പാട്ട് പാടുന്ന സമയത്ത് പെട്ടിയെടുക്കാൻ പഴയ ആൾക്കാർ വന്നു. പാട്ടിന്റെ ഇടയിൽ ഭാര്യ പെട്ടിയെടുക്കുന്നതോട് പറഞ്ഞു, പെട്ടി കൊണ്ടുപോകുന്നു കൊള്ളാം, കുറ്റിയെ തട്ടാതെ പെട്ടി താഴെ വീഴാതെ സൂക്ഷിച്ചു കൊണ്ടുപോക്കണോ, ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. സ്തോത്രം. കുടിക്കപ്പുറേ ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിക്കുന്ന രാത്രിയായി തീരട്ടെ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. മലയാളത്തിൽ ചൊല്ലുണ്ട്, നെയ്യപ്പം വളരെ ഇഷ്ടമാണ്, തരുന്ന കൈ കുഷ്ഠമാണെങ്കിൽ വളരെ കഷ്ടമല്ല ഇഷ്ട. ഒന്നേ പറയത്തുള്ളൂ, ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കൈ കൊണ്ടുവന്ന് സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ ഇന്ന് ഈ രാത്രി ഇവിടെ വന്നിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൽ ജീവിക്കുക. രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയോടെ വ്യത്യസ്തമായി യാത്ര ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യവും, നീ കരയേണ്ട, നിന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയാ. ഒരിക്കലൊരുത മേഘപ്രത്യക്ഷതയിൽ, റാപ്ചറിൽ, ഉൽപ്രാവണത്തിൽ സഭ എടുക്കപ്പെടും. പിന്നെ പനച്ചമൂട് സഭ കാണുവോ? നമ്മൾ കാണുവോ? യേശു വന്നാ നമ്മൾ കാണുവോ? അത് ഇച്ചിരി സംശയം അല്ലേ അച്ഛാ? ഒരിക്കൽ അച്ഛൻ ചോദിച്ചു, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം കൈവെക്കാൻ പറയും. എല്ലാവരും കൈവക്കി, ഒരാള് മാത്രം കൈവെക്കുന്നില്ല. അപ്പൊ അച്ഛൻ ഒന്നുകൂടെ ചോദിച്ചു, നീ എന്നാടാ കൈവെക്കാത്ത? എല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൈവെക്ക് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ അവൻ പറഞ്ഞു, യുവമാരെല്ലാം കൂടെ അങ്ങോട്ട് പോവാണെങ്കിൽ പിന്നെ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. യുവമാരെല്ലാം അവിടെ സ്വർഗത്തിൽ പോയ എന്താ, ഇവിടെ സമാധാനമായിട്ടിരിക്കുക. അങ്ങനെയാ സാധാരണ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞ. അപ്പോൾ ഓർത്തോണ, സ്വർഗത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തോടുള്ള യാത്രയിൽ കർത്താവേ, മണവാളനായി വരുമ്പോ എടുക്കപ്പെടാൻ വേണ്ടി റെഡിയാകുക. ഒറ്റയ്ക്കാണ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നല്ലോ. അപ്പൊ നമ്മൾ ഓർത്താൽ മതി, നമ്മുടെ അടക്ക ശുശ്രൂഷകളിൽ ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചെന്നിരിക്കട്ടെ, അച്ഛന്മാർ അടക്കാൻ വേണ്ടി വരും അല്ലെ? അടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വീട്ടിൽ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയൂ, അന്ത്യജീവനം കൊടുക്കേണ്ടവർക്ക് ഇപ്പം കൊടുക്കാം, ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം, അന്ത്യോപചാരം അർപ്പിക്കുക. എന്തൊരു തിരക്കല്ലേ! രോഹിൻ ശർമ്മ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടങ്ങൾ ഏതാണെന്നറിയാമോ? സെമിത്തേരികളാണെന്നാ. എത്ര സ്വപ്നങ്ങളാ, എത്ര ആലിംഗനങ്ങളാ, എത്ര ആഗ്രഹങ്ങളാ നടക്കാതെ പോയേക്കുന്നത്. നമ്മൾ പറയും സ്നേഹമെല്ലാം മനസ്സിലാ. ചില അപ്പന്മാരെ കുറിച്ച് പറയും, മക്കളോട് പ്രകടിപ്പിക്കത്തില്ല, ഇവര് സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. എന്തിനു നടക്കുകയാ? വാസ്തവത്തിൽ ഓർത്തേ, അന്ത്യചുമനം നടത്താ നിങ്ങൾ പലരും കാത്തിരിക്കുക. ഇപ്പൊ എന്നെ കുറിച്ച് ഒരു 10 വാക്ക് നല്ലത് പറയണേ, എപ്പം പറയും? എപ്പോഴാ പറയുന്നേ? മരണം സംഭവിച്ച പേര് മാത്രം കൊടുത്താൽ മതി. പിന്നെ മരിച്ചു കിടക്കുന്ന ആൾ എഴുന്നേറ്റ് നോക്കുക, എന്നെ കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ ഓർത്തു നോക്കുകയെ, ഒരു നല്ല കാര്യം പറയുന്ന എപ്പോഴാ? നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര മക്കളുണ്ട്? വേണ്ട, നമ്മുടെ പെൺകുട്ടികളെ അമ്മമാർ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഈ കാലഘട്ടത്തിൽ സ്നേഹമില്ലാതിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച വല്ലാത്തൊരു ഭാരം എന്ന് പറഞ്ഞ, കൂട്ടുകുടുംബങ്ങൾ മാറി അണുകുടുംബമായി തീർന്നു, ടച്ച് സ്ക്രീനിലേക്ക് മാറി, ഒരു ചെറിയ സ്ക്രീനിന്റെ അകത്ത് ഒരു ദ്വീപ് പോലെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയല്ലേ. എന്തിനേറെ പറയുന്നു, നമ്മുടെ സാമൂഹ്യ പരിസരങ്ങൾ മറ്റൊരു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പന്റെ അമ്മേനെ കണ്ണുനീരുകൾ ചില വീടുകൾ വീണുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടതല്ലേ, ചെന്നൈ എയർപോർട്ടിൽ ഒരു പാവപ്പെട്ട ഒരമ്മ എയർപോർട്ടിന്റെ വെളിയിലിരുന്ന് കരയുക. എന്താ സംഭവിച്ചത്? മകൻ പറഞ്ഞു, സ്വത്തെല്ലാം വിറ്റിട്ട്. മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമേരിക്കയ്ക്ക് അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സ്വത്തെല്ലാം എഴുതി മേടിച്ച് ചെന്നൈ എയർപോർട്ടിലേക്ക് പോയി. നടന്ന സംഭവം, എയർപോർട്ടിന്റെ എൻട്രൻസിൽ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഇരിക്ക്, ഞാനിപ്പോ വരാമെന്ന്. എയർപോർട്ടിൽ അകത്തേക്ക് കയറിപ്പോയി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് മകനെ കാണുന്നില്ല. പാവപ്പെട്ട അമ്മ കരഞ്ഞു തളർന്ന് സുരക്ഷാ ഓഫീസേഴ്സിനോട് പറഞ്ഞു, എന്റെ മകൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, 2 മണിക്കൂറിലധികമായി അവൻ അകത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല, അവനെ ഒന്ന് തിരഞ്ഞ് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുക. അവിടെ കരഞ്ഞ് മകൻ എന്തോ പറ്റിയെന്ന് സങ്കടത്തോടെ എയർപോർട്ടിന്റെ കവാടത്തിൽ ഒരു പാവപ്പെട്ട അമ്മ ഇടനെഞ്ചു പൊട്ടി കരയുന്ന സമയത്ത് ഓഫീസേഴ്സ് പോയി നോക്കിയപ്പോ മനസ്സിലായി,
അരമണിക്കൂർ മുമ്പ് മകനിത കാനഡയിലേക്ക് പറന്നു കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? ഒരു പാവപ്പെട്ട അമ്മയെ കളിപ്പിച്ച് സ്വത്തെഴുതി മേടിച്ച് എയർപോർട്ടിൽ കൊണ്ട് പഠിക്കൽ ചെന്നൈയിൽ ഉപേക്ഷിച്ചത് ഈ കാലഘട്ടത്തിലല്ലേ ദൈവമക്കളെ? 2 മൈസൂറിലേക്ക് പോയ ഒരു വിനോദയാത്ര സംഘത്തിൽ നടക്കാൻ വയ്യാത്ത അപ്പച്ചനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് അപ്പച്ച നമുക്ക് ടൂർ പോകാം, മൈസൂറിന് പോകാമെന്ന് പറഞ്ഞ് ഈ കൊച്ചു കേരളത്തിൽ നിന്നു അപ്പച്ചനെ കയ്യെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി സത്യമംഗലം വനത്തിന്റെ നടുവിലെത്തിയപ്പോ അപ്പച്ച ഒന്ന് വിശ്രമിക്കാന്ന് പറഞ്ഞ് മക്കളെല്ലാം കൂടെ ചേർന്ന് പാവപ്പെട്ട നടക്കാൻ വയ്യാത്ത അപ്പച്ചനെ കയ്യെ പിടിച്ച് വനത്തിലേക്ക് കുറെ ദൂരം ഇങ്ങനെ നടത്തിയിട്ട് അങ്ങകലം മാറ്റിയിട്ട് ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിയ വണ്ടി കയറി പോയത് നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലല്ലേ ദൈവമക്കളെ? ഒരു പാവപ്പെട്ട പിതാവ് ഒരു രാത്രി മുഴുവനോ സത്യമംഗലം വനത്തിലൂടെ നടന്ന് തളർന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഏതോ ഒരു വീടിന്റെ പടിക്കൽ കൈനീട്ടി നിന്നപ്പോൾ പുറം ലോകം അറിയുന്നത് ഒരു അപ്പനെ മക്കൾ അതാ വനത്തിൽ ഉപേക്ഷിച്ചത് ഈ ചരിത്ര കാലഘട്ടത്തിലല്ലേ? എവിടെയാ സ്നേഹം? എവിടെയാ നമുക്ക് കാരുണ്യമുള്ളത്? സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന എന്ന് പറയുന്നത് 5ാമത്തെ കൽപ്പനയാ. നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക. അപ്പനും അമ്മയും ജീവനോടിരിക്കുന്ന അത്രയും കാലം മാത്രമേ ആ കൽപ്പന അനുസരിച്ചാൽ മതി. ഇന്ന് രാത്രി ഓർക്കുക, അന്ത്യജപനം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയല്ല. ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, കാണേണ്ടവനെ കാണേണ്ടടുത്ത് അത് കാണുവാൻ കഴിയട്ടെ, മറ്റുള്ളവരെ അറിയാൻ പറ്റട്ടെ, ബന്ധങ്ങൾ നെയ്തെടുക്കാൻ പറ്റട്ടെ, ബന്ധങ്ങളൊക്കെ ഒന്ന് ശക്തീകരിക്കപ്പെടട്ടെ, കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശക്തമായി തീരട്ടെ. പല മാതാപിതാക്കൾ മക്കൾക്കും മരുമക്കളും സ്വസ്ഥത കൊടുക്കുന്നില്ലെന്നും അതും എടുത്തു പറയേണ്ടതാകട്ടോ. ചിലരങ്ങനെയാ, ഒരു സമാധാനം കൊടുക്കാത്തവരുണ്ടോ, ഗുണപ്പെട്ടോണോ, മാനസാന്തരപ്പെട്ടോണോ, ഈ മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് മറന്നു പോകരുത്. ആയതുകൊണ്ട് ഓർക്കുക, ഒരു മരണം കഴിഞ്ഞിട്ട് അവിടെ വരാം. ഇപ്പൊ പെട്ടി എടുക്കുന്ന സമയത്ത് ചില വീട്ടിൽ ഭർത്താവ് മരിച്ചെന്നിരിക്കട്ടെ, ഇതെല്ലാം ഉദാഹരണം കേട്ടോ, ഇത്ര ഗഹനമായ വിഷയം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. പെട്ടിയെടുക്കാൻ നേരത്ത് ഭർത്താവ് മരിച്ചെങ്കിൽ ചില വീട്ടിൽ കരച്ചിൽ കേൾക്കാം, കൊണ്ടുപോകരുതേ, എനിക്കിനി ആരുമില്ലേ. ഭാര്യ കരയുക, ഭർത്താവിന്റെ ഡെഡ് ബോഡി എടുക്കുമ്പോൾ ഭാര്യ കരയുക, കൊണ്ടുപോകരുതേ, എനിക്കിനി ആരുമില്ലേ, എനിക്കിങ്ങ് തന്നേരെ. ഓ, ശാലേൻ രാജച്ചനും ഇവിടെ സോളമനച്ചനൊക്കെ ഓർത്ത് ഈ ആന്റി ഇത്ര കരയല്ലേ, പാവപ്പെട്ട ആന്റിയാ, കൊണ്ടുപോകുന്നില്ല ആന്റി, ഭർത്താവിന്റെ ഡെഡ് ബോഡി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ നടക്കുവോ? അടുത്ത വണ്ടി എടുത്ത് പള്ളിമുറ്റത്ത് ഓർത്തോണോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്മാരെ സ്വന്തം എന്നാ പറയുന്നത്. പണ്ടൊരു പള്ളിമുറ്റത്ത് പട്ടി എത്തി കിടക്കുക, അതിലെ പോലെ സഹോദരൻ പറഞ്ഞു, എടാ ഇതൊന്ന് കുടിച്ചിട്, മരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അത് അച്ഛന്മാരുടെ ഉത്തരവാദിത്വം. ഓർത്തോണോ, കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞാലോ ഓർത്തോണോ, അടുത്ത വണ്ടിക്ക് അവിടെ പള്ളിമുറ്റത്ത് എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സാധാരണ ഞങ്ങൾ അച്ഛന്മാര് ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് അടക്കാൻ നേരത്തെ പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് പാട്ടുപാടി ഗായസംഘ ആത്മാവോടെ നിൽക്കുന്ന സമയത്ത് കെട്ടഴിച്ച് പെട്ടി മൂടി, ഇതേ സമയത്ത് കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആള് വന്ന് മുഖം മൂടി പെട്ടി അടച്ച് ഇവിടെ ഇറക്കി വെക്കാ, ഇങ്ങനെ ഇതാ കുടിയിലേക്ക് ഇറക്കി വെക്കാൻ നേരത്ത് അവിടെ പറയുന്ന ആ സമയത്ത് പഴയ കരച്ചിൽ വീണ്ടും കേൾക്കാം, എനിക്കിനി ജീവിക്കണ്ടേ, എന്നെ കൂടെ പിടിച്ച് അതിന്റെ അകത്തിട്ട് മൂടിയേരെ. ഒരു സോളമനച്ചൻ പറഞ്ഞ പിടിക്കടാ കപ്പിയാരെ, എല്ലാവരും കൂടെ പിടിച്ചിട്ട് ആന്റിയെ പിടിച്ച് ഇതിന്റെ അകത്തിട്ട് മൂടി. ഇത്രയും പേര് വന്നിട്ടുണ്ട്, ഇനി ഒരു ചെലവും കൂടെ വേണ്ട, ഇന്ന് മൂടിയിട്ട് പോയാൽ മതി എന്നോർത്ത നടക്കത്തില്ല, വെറുതെയാ. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൽ മരിക്കുന്നവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് പ്രത്യാശയോടെ മറ്റൊരു തലം കൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുക. മരണം സംഭവിക്കുമ്പോ ഉള്ളം തകർന്നു പോകും. നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മളെ വളർത്തിയവര്, നമ്മുടെ പിതാക്കന്മാര് മരിക്കുമ്പോ സഹിക്കാൻ പറ്റാത്ത വേദനയാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാധന ക്രമത്തിന്റെ അകത്ത് ശുശ്രൂഷ ക്രമത്തിൽ ചില വാചകങ്ങളുണ്ട്. അച്ഛന്മാർ അവിടെ അടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ, മണ്ണിന് മണ്ണ, ചാരത്തിന് ചാരമാ, പൂടിക്ക് പൂടിയ സമർപ്പിക്കുക. എന്താ സംഭവിക്കുന്നത്? വിതയ്ക്കുകയാ. ഒരിക്കൽ ഒരു ഈ കല്ലറ തുറക്കപ്പെടൂ. ക്രിസ്തുവിന് മരിച്ചവരാണെങ്കിൽ ഹല്ലേലൂയ. എന്നോട് സോളമനച്ചൻ പറഞ്ഞു, എന്റെ പപ്പ മരിച്ചപ്പോ ഉള്ളം തകർന്നുപോയി, പീഡി പഠനത്തിൽ സങ്കടപ്പെട്ട് പഠനം അപേക്ഷിക്കാൻ പക്ഷേ ഉപേക്ഷിക്കാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. ഉള്ളം തകരുന്ന ചില വേദനയുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി നീ ഉറച്ചോണോ. വിതയ്ക്കുന്നതിന്റെ അർത്ഥം എന്താ? കാഹളം ധ്വനിച്ച ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കൂ. അവർ ഉയർത്തി നിൽക്കും. ചോദിക്കുന്ന ഒരു ചോദ്യം പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. മരിച്ച വിശുദ്ധമ്മ കല്ലറ തുറക്കപ്പെട്ട് പറന്നുയരുമ്പോ അവര് ചോദിക്കുക, ഏ മരണമേ നിന്റെ ജയം എവിടെയാ? ഏ മരണമേ നിന്റെ വിഷമള്ള എവിടെയാ? ഒരുമിച്ച് പറയുക, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. മരണത്തെ വെല്ലുവിളിക്കുന്നത് ഈ വിശുദ്ധന്മാരാ. ഹല്ലേലൂയ. രാത്രി ഓർത്തുപോണം,
നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തുവിനോട് കൂടെ ആ സ്വർഗീയ പ്രതീക്ഷയിൽ ഒരിക്കലൊരു നാൾ ആ പ്രാണപ്രിയന്റെ വരവെങ്കിൽ ആ കല്ലറുകൾ തുറക്കപ്പെടുന്ന പ്രത്യാശയാണ് ഇന്ന് രാത്രി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഒന്ന്, ഉൾപ്രാവണത്തിൽ യേശുവിന്റെ വരവെങ്കിൽ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാൻ പറ്റണം. നീ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ആരാധിക്കുന്നവനാണെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കറിയാം മോശവത്സരൻ ശാസ്ത്രി നമ്മുടെ പരിസരത്ത് ജീവിച്ച ദൈവദാസനല്ലേ. അദ്ദേഹത്തിന്റെ 10 വയസ്സുകാര് പാമ്പ് കടിയേറ്റ് മരിച്ച് ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്റെ കുഞ്ഞ് മരിച്ചുപോയി. എന്തു ചെയ്യൂ? വേദനയുടെ താഴ്വരകളിൽ എല്ലാവരും തുറിച്ചു നോക്കുന്ന സമയത്ത് കാട്ടാക്കട തന്റെ വീട്ടിൽ തന്റെ കുഞ്ഞിന്റെ ശരീരമെടുത്ത് പെട്ടിക്കകത്ത് വെക്കുമ്പോ എല്ലാവരും തുറിച്ചു നോക്കി സങ്കടപ്പെട്ട് വിഷാദത്തോട് നിൽക്കുമ്പോ ഇതാ ഒരു ഭക്തൻ മുന്നിൽ നടന്ന് പാടിപ്പോകുക, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതമല്ല, സ്തോത്ര. സ്വന്തം കുഞ്ഞിനെ അടക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഭക്തൻ മുന്നിൽ നടന്ന് കണ്ണീരോടെ പാടിപ്പോകുക, അഗ്നിമേഘ തൂണുകളാ, അഗ്നിമേഘ തൂണുകളാ അടിയാനെ എന്നും നടത്തി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ പാടുകയുണ്ട്, ദൈവത്തിന്റെ പൈതല, ഇതാ പ്രത്യാശ, ഇതാ ഉറപ്പ്, ഇതാ വിശ്വാസം എന്ന് പറഞ്ഞ നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടാകട്ടെ. ഭക്തൻ അറിയാ, ഇന്ന് രാത്രി ഇവിടെ കണ്ണടഞ്ഞാലും നിശ്ചതയെ ഞാൻ ചേരുമെന്ന് ഉറപ്പ് പ്രാപിക്കുക. അത് മറ്റാരും നോക്കുന്നത് പോലല്ല. നിന്നെ അറിയുന്നൊരു ദൈവ, നിന്നെ തളർന്നു നോക്കുന്നൊരു ദൈവ, നിന്നെ തുലാസിൽ തൂക്കുന്നൊരു ദൈവ, നിന്റെ വിശ്വാസം അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പറയുക, ഇന്ന് രാത്രി ഓർക്കുക, ഉൾപ്രാമണത്തിൽ എടുക്കപ്പെടണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഡിവൈൻ മിനിസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ തിരുവല്ലായിൽ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ ടീമുണ്ട്. അവിടെ ഒരു പാവപ്പെട്ട ദൈവദാസൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറയാം. ആ ദൈവദാസന് 2 പെൺകുട്ടികളാണ്. വിവാഹപ്രായമായി പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അറിയാമല്ലോ സ്ത്രീധനത്തിന്റെ വേദന. ഈ ഉപദേശിക്ക് കുറച്ച് കടമല്ലാതെ 1 സെന്റ് ഭൂമി പോലുമില്ല. പ്രാർത്ഥനയോടിരിക്കുക, റിട്ടയർഡായി, കിടപ്പാടമൊന്നുമില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ വന്ന് ഉപദേശിയോട് പറഞ്ഞു, ഉപദേശിയെ, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു വിടാനുള്ള പണം തരാം, വിവാഹത്തിന് വേണ്ടി ക്രമീകരണമെല്ലാം ചെയ്തു കൊള്ളുക. ഈ മനുഷ്യന്റെ വാക്ക് വിശ്വസിച്ച് കല്യാണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. കല്യാണത്തിന് തീയതി അടുത്തു വരുന്നു, പണം കൊടുക്കേണ്ട സമയമായി. ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് ഉപദേശി എന്നപ്പോൾ ആ ധനികനാ മനുഷ്യൻ ഉപദേശിയെ, ക്ഷമിക്കണം കേട്ടോ, എന്റെ ബിസിനസ് ഒക്കെ നഷ്ടത്തിലാണ്, അതുകൊണ്ട് തരാമെന്ന് പറയുന്ന പണം എനിക്കിപ്പോൾ തരാൻ നിർവാഹമില്ല, മറ്റെന്തെങ്കിലും വഴി നോക്കണം. കല്യാണ ചെലവുകളൊക്കെ ഒരുപാടുണ്ട്, സ്ത്രീധനം കൊടുക്കണം. 2 ദിവസം കൂടി ഉള്ളു കല്യാണത്തിന്. ആരോട് ചോദിക്കാൻ? ആരാണ് സഹായിക്കാനുള്ളത്? തന്റെ ഭാര്യയോട് മാത്രമേ ഉപദേശി പറഞ്ഞുള്ളൂ. ഇതേപോലൊരു സങ്കടത്തിലൂടെ കടന്നു പോകുക. പ്രാർത്ഥിച്ചിട്ട് ദൈവദാസൻ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടിലേക്ക്, വരന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ മുമ്പേ പറഞ്ഞു, എന്നെ ഒരാളെ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പണം കിട്ടിയില്ല. ഒരു അവധി എനിക്ക് തരാമോ? എന്റെ കുഞ്ഞിന്റെ കല്യാണം തടസ്സമാകാതിരിക്കാൻ ഒരു അവധി തരാമോ? മുഴുവൻ പണവും ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. ചെറുക്കന്റെ വീട്ടുകാര് പറഞ്ഞു, ഉപദേശിയ കാര്യമൊക്കെ ശരിയാ, എനിക്ക് അപ്പോഴേ അറിയാം ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കല്യാണത്തിന് 2 ദിവസം കൂടെ ഉള്ളൂ. ആദ്യ രാവിലെ നേരത്തെ ഞങ്ങൾ വരും. ഉപദേശി പറഞ്ഞുറപ്പിച്ച ശ്രീധരൻ തരാതെ എന്റെ മകൻ ഉപദേശിയുടെ മകളുടെ കഴുത്തിൽ താലി കിട്ടത്തില്ല. ചങ്ക് തകരുന്ന വേദന, അപമാന ബോധത്തോടെ, ഇടറുന്ന പദങ്ങളോട്, നിറയുന്ന മിഴികളോടെ, എങ്ങോട്ടെന്നില്ലാതെ സങ്കടപ്പെട്ട് ഉപദേശി ഇറങ്ങി വരികയാ. തനിക്കറിയാവുന്ന ചില വീടുകൾ ഓർമ്മ വന്നു. ശുശ്രൂഷ ചില വീടുകളിലേക്ക് പോയി. ഉപദേശിക്ക് ഒത്തിരി കടം മാത്രമേ ഉള്ളൂ, തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, സ്വന്തക്കാരോട് പറഞ്ഞില്ല. വീടിന്റെ മുറ്റത്ത് പന്തലിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. തലേ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് ഉപദേശി ഇറങ്ങി തന്റെ ഭാര്യയെ ഒരു നിരന്തര ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ വഴി തുറക്കണം, നാളെ പുലർന്നാൽ കല്യാണമാ. സന്ധ്യയോടെടുക്കുന്ന യാമത്തിൽ ഉപദേശി വീടുമുറ്റത്തേക്ക് വരുമ്പോ അങ്ങ്
അകലെ നിന്ന് കണ്ടു. കല്യാണ പന്തലിന്റെ പണിയെല്ലാം പൂർത്തിയാക്കി ഇടനെഞ്ചു പൊട്ടുന്ന വേദനയോടെ ചെല്ലകല മാറി ശൗമേൽ സാർ ഓർത്തു, ദൈവമേ, നാളെ എന്റെ കുഞ്ഞിന്റെ കണ്ണുനീർ വീരണ്ട പന്തലല്ലേ എന്റെ വീടിന്റെ മുറ്റത്ത് ഉയർന്നു നിൽക്കുന്നത്. ആ സങ്കടത്തോടെ വീട്ടിൽ കയറാൻ മനസ്സില്ലാതെ അദ്ദേഹം ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാ. സ്വന്തക്കാരും ബന്ധക്കാരും പ്രിയപ്പെട്ടവനും ഒക്കെ കല്യാണത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ കല്യാണമാ. വേദനയോടെ ആരോടും പറയാൻ പറ്റാത്ത സങ്കടത്തോടെ ഉപദേശി ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ ആ വീടിന്റെ പടിക്കൽ തന്റെ ഭാര്യ കൊച്ചമ്മ നിൽപ്പുണ്ട്. ഉപദേശിയോട് ചോദിച്ചു, ആരെങ്കിലും നമ്മളെ സഹായിച്ചോ? അപ്പൊ ആ സമയത്ത് പറഞ്ഞു, ഇല്ല, ആരും നമ്മളെ സഹായിച്ചില്ല. ഉപദേശിയുടെ ഭാര്യ പ്രാർത്ഥിക്കുന്ന ദൈവദാസി പറഞ്ഞു, കരയേണ്ട കേട്ടോ, നീ കരയേണ്ട കാര്യമില്ല. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് തരാമെന്ന് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശമൂവേൽ ഉപദേശി ഓർത്തു, ഈ അവസാന നിമിഷം ആരാണ് സഹായിക്കാനുള്ളത്? ഉപദേശിയുടെ ഭാര്യ ഉപദേശിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുക, കരയണ്ട, കണ്ണു നിറയണ്ട, മുഖം മാടേണ്ട, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട് തരാമെന്ന്. ഉപദേശിക്ക് സന്തോഷമായി. ഉപദേശിയുടെ കയ്യെ പിടിച്ച് അകത്തെ മുറിയിലേക്ക് പോയി. അതിന്റെ ശേഷം ശമൂവേൽ ഉപദേശി കണ്ണീരോടെ പറയുന്നത്, ഇന്ന് ഞാൻ ഓർത്തു പോകുക. ആ ദൈവദാസൻ പറയുക, അകത്തൊരു ചെറിയ മുറിക്കകത്ത് ഒരു പായ എടുത്തിട്ട് നിലത്ത് വിരിച്ചിട്ട് ഉപദേശിയുടെ ഭാര്യ പറഞ്ഞു, മുട്ടുമേ നിൽക്കാൻ പറഞ്ഞു. സ്തോത്ര. അപ്പോഴാ മനസ്സിലായത്, തന്റെ ഭാര്യ ചോദിച്ചത് സ്വന്തക്കാരോടല്ല, വീട്ടുകാരോടല്ല, ഉന്നതന്മാരോടല്ല. ദൈവദാസി ചോദിച്ചിരിക്കുന്നത് സ്വർഗീയ ദൈവത്തോടാ. ഇപ്രകാരം ഞാൻ പറയട്ടെ, ഉപദേശിയും ഭാര്യയും ആ പായിൽ നീ മുട്ടുമേ നിൽക്കുന്ന തറയുടെ വിശുദ്ധിയല്ല, വിശ്വാസ തികവോടെ കണ്ണുനീരോടെ ഒരു ദൈവത്തിന്റെ പൈതൽ എവിടെ മുട്ടുമേ നിൽക്കുന്നോ, എവിടെ മുട്ടുമേ നിൽക്കുന്നോ, ശമൂവേൽ ഉപദേശി പറയുക, കരം കോർത്തു പിടിച്ച് കരയാൻ തുടങ്ങി. മുട്ടുമേ നിൽക്കുന്ന അപ്പാ കണ്ണുനീര് കൊണ്ട് നനയാൻ തുടങ്ങി. പുറത്താരോടും പറഞ്ഞില്ല. ദൈവസന് വിശ്വാസത്തോടെ ദൈവദാസി കരം കോർത്തു പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ പുറത്തൊരു വിളി കേട്ടു. ശമൂവേൽ ഉപദേശിയെ കതക് തുറക്കാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ വിളിക്കുക. ഉപദേശി ഇങ്ങനെ കതക് തുറന്ന് വെളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു യുവ സ്നേഹിതനെ വന്ന് നിൽക്കുക. ഉപദേശിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല കുഞ്ഞെ, ഉപദേശിയാണ് എന്നെ പ്രാർത്ഥിച്ച് വിദേശത്ത് അയച്ചത്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ട് ഒരു കൊച്ചു സമ്മാനം തരാ ഞാൻ വന്നിരിക്കുക. ഒരു പണത്തിന്റെ കെട്ടെടുത്ത് ഉപദേശിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അവസാന നിമിഷം ഒരു ദൈവദാസി പറയുക, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ? 100% നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ തീരുന്നില്ല. പഴയ സ്ഥലത്ത് അതേ പായിൽ വീണ്ടും മുട്ടുമേ നിന്ന് കരയാൻ തുടങ്ങി. സ്തോത്ര. ദൈവത്തിന്റെ കരുതൽ കണ്ടപ്പോ മറന്നുപോയില്ല. വന്ന വഴി മറന്നു പോകരുത്. സ്തോത്രം. നടത്തിയ വിധങ്ങൾ മറന്നു പോകരുത്. യേശുവിനോടുകൂടെ യാത്രയിൽ ഇത് രാത്രി ഓർക്കേണ്ട ഒരു കാര്യം അതാണ്. യേശു വരുമ്പോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവനോടുകൂടി എടുക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാ. അപ്പോൾ ഉത്പാവനത്തിൽ എടുക്കപ്പെടുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഈ മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുക. സഭ എടുക്കപ്പെട്ടാൽ രണ്ട് ഇവിടെ സംഭവിക്കുന്നത്, എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കും. വായിക്കാം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. ഇവിടെ ഭരണം നടത്താൻ പോകുന്ന മൃഗത്തിന്റെ പ്രത്യേകത വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ചാട്ടെ. ആ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ രാജമുടിയുമുള്ള ഒരു മഹാമൃഗം കയറി വരുന്നത് കണ്ടു. സഭ എടുക്കപ്പെട്ടാൽ പിന്നെ അവിടെ ഓർത്തണം, 10 കൊമ്പ് 7 തല കൊമ്പുകളിൽ രാജമുടിയുള്ള ഒരു മൃഗം കയറി വരികയാ. ആ മൃഗത്തിന്റെ പ്രത്യേകതയാ ഭരണത്തിന്റെ പ്രത്യേകത. വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രത്യേകത 1, പുള്ളിപ്പുലിക്ക് സദൃശം. കേൾക്കണം, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ 1, പിന്നെ വായിച്ചാൽ മതി. 1 പുള്ളിപ്പുലി. എന്താ ഭരണത്തിന്റെ പ്രത്യേകത? റാപ്പിഡായി, ദ്രുതഗതിയിൽ, വേഗത്തിൽ ഒരു ഭരണം വരുന്നു. അതാ അവൻ അടുക്കൽ വാതുക്കൽ. അത്യതളുർത്തു വേനലെടുത്തു അവനടുക്കൽ വാതുക്കൽ. പുള്ളിപ്പുലി പോലെ ഒരു ഭരണം വരാൻ വേണ്ടി പോകുക. 2, കരടി, ക്രൂര സ്വഭാവമുള്ള ഒരു ഭരണം. ഒരു വിധത്തിലും യാതൊരുവിധ ദാക്ഷിണ്യമില്ലാത്ത ക്രൂരമായ ഒരു ഭരണം ഈ ലോകത്തിൽ സംഭവിക്കൂ. ഉൾപ്രാവണം കഴിഞ്ഞ, റാപ്ചർ സംഭവിച്ചു കഴിഞ്ഞ അവിടെ കരടി പോലെ. 3,
സിംഹത്തിന്റെ വായെന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടെ, ഞാൻ ഭാവത്തോടെ ഉള്ള ഒരു ഭരണം വരാൻ പോകുക. 4 മഹാസർപ്പം എന്ന് പറഞ്ഞാൽ കൊടിയ വിഷമുള്ള ഒരു ഭരണം ഇവിടെ വരാൻ വേണ്ടി പോകുക. ആയതുകൊണ്ട് പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ ഒരു MBBS പഠിച്ചിട്ടില്ലാത്ത, ഒരു മെഡിക്കൽ സയൻസിന്റെ കാതറിയാത്ത യോഗന്ന പത്മോസിൽ വെളിപ്പെടുത്തി തരുന്നു. ഏതാ മൃഗത്തിന്റെ സംഖ്യ ബുദ്ധിയുള്ളവൻ ഗണിക്കട്ടെ, 666. സ്തോത്ര. മറ്റൊന്നും അറിയത്തില്ലെങ്കിലും ഈ നമ്പർ നമുക്കറിയാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കൈത്തണ്ടിന്മേലോ നെറ്റിമേലോ മൃഗത്തിന്റെ സംഖ്യ. അപ്പൊ മൈക്രോ, നാനോ, DNA, സിൽക്കോ പലവിധ ചിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ATM കാർഡിൽ ചിപ്പുണ്ടല്ലോ. നമുക്ക് റേഷൻ കാർഡ് ഇന്ന് നമുക്ക് സാധാരണ നമ്മുടെ തമ്പ് വെച്ചെങ്കിലേ റേഷൻ പോലെ ലഭിക്കത്തുള്ളൂ. അക്കത്തിൽ അറിയപ്പെടുമെന്ന് അന്ന് പറഞ്ഞ് സുവിശേഷക പ്രസംഗിച്ചപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇന്ന് ആധാർ കാർഡ് നമ്പറില ഞാനും നിങ്ങളും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൈത്തണ്ടിന്റെ പ്രത്യേകത എന്താ? നെറ്റിയുടെ പ്രത്യേകത എന്താ? ഏറ്റവും ചൂടുള്ള പ്രതലമാണ് ചിപ്പ് വെക്കേണ്ടത് അവിടെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഓർക്കേണ്ട ഒരു കാര്യം, മൃഗത്തിന്റെ സംഖ്യ തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താനെ ആരാധനകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ആരാധനയിൽ ശക്തിപ്പെടാൻ പറ്റണം. ഇന്ന് പല വീടുകളിൽ പരസ്പരം മിണ്ടാട്ടം ഇല്ല. നമ്മുടെ തിരുവനന്തപുരം നന്ദൻകൂട് നമുക്കറിയാമല്ലോ, കേട് ജിൻസൻ ഒരുപക്ഷെ സാത്താനെ ആരാധിച്ച് ഒരു മനുഷ്യനെ കൊന്നാൽ ഇരട്ടി ശക്തി ലഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിന് മനസ്സിലായി. ഓൺലൈനിൽ നിന്നും മഴ വരുത്തി ആ വലിയ കുടുംബത്തെ 2 നില വീട്ടിൽ ഏറ്റവും ആദ്യം അപ്പനെ റൂമിലേക്ക് തന്ത്രപരമായി കൊണ്ടുപോയി കടുത്തെടുത്ത് കൊന്നു. ആ വീട്ടിലുള്ള മറ്റാരും അറിഞ്ഞില്ല. അത് ഓർത്തോണോ? എല്ലാവരും അവരുടെ റൂമിലാ ദ്വീപ് പോലെ ആയിരിക്കുക. അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു, ബന്ധുവിനെ കൊന്നു. ഒരു വീട്ടിൽ 4 മരണം, പുറം ലോകം അറിഞ്ഞില്ല. ഒരു കൂസലുമില്ല. ചെന്നൈയിലേക്ക് വണ്ടി കയറി. എന്താ സംഭവിക്കുന്നത്? ഒരാളെ കൊന്നിട്ട് കാത്തിരിക്കുക, അയാളുടെ ശക്തി എനിക്ക് ലഭിക്കുമെന്ന്. സാത്താനെ ആരാധനകൾ വർദ്ധിക്കുന്ന കാലഘട്ടമല്ലേ? ദൈവഭയം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ആരാധന വരുവാനെന്ന് ആളുകളില്ല. യുവതലമുറകൾക്ക് എവിടെ പോയി? നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരുടെ തലമുറയ്ക്ക് വേണ്ടി മുട്ടുമേ നിൽക്കുക. ദൈവമക്കൾക്ക് കഴിയണം. കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരുപാട് കാര്യം പറയൂ. കമ്പ്യൂട്ടർ ഉപയോഗിക്കൂ, ഒത്തിരി അറിവുണ്ട്, ഇംഗ്ലീഷ് അറിയാം, ലാംഗ്വേജ് അറിയാം, ഒരുപാട് ബന്ധങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ അറിയാമോ? കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ വിശുദ്ധ വേദപുസ്തകമാണെന്ന് മറന്നു പോകരുത്. ഈ മക്കളെ ഓർക്കുക, ഒരു ചെറിയ ജീവിതത്തിൽ നമ്മുടെ യാത്ര എവിടെയാണ്? നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഹൃദയപൂർവ്വം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതാ. അപ്പൊ ഇത് ക്രിസ്തുവിന്റെ ഭരണം നടക്കുന്ന ഇസ്രായേലിൽ 2 പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുണ്ട്. ഒന്ന് വിലാപമതില. എല്ലാ വെള്ളിയാഴ്ചയും യഹൂദൻ പോയി ആ വിലാമതിൽ തലതല്ലി കരയും. ഒരു വാലികത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. അതാ പറയുന്ന, അന്നാളെ നീ പോയി വിലപിക്കുമെന്നുള്ള പ്രവചനങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നതാ. 2 ഉൽപ്രാമണത്തിൽ നമ്മൾ അറിയാം, യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചിട്ടില്ല, മശികയെന്ന് ഓർത്തിട്ടില്ല, കുത്തി തുളച്ചു വിട്ടതാ. ആ ഏറ്റവും ക്രൂരമായ ശിക്ഷാപതി ക്രൂശുമരണം ഏൽപ്പിച്ചു കൊടുത്തതാ. ഓർക്കേണ്ട ഒരു കാര്യം, അവര് മശികയെ കാത്തിരിക്കുമ്പോഴാ ഈ ഒരു മഹാമുഖം കയറി വരുന്നത്. ഇവരോർക്കും ഇതാണ് മശികയെന്ന്. ആരാധന തുടങ്ങുന്ന സമയത്ത് 2 സാക്ഷികൾ വരൂ. ഹാനോക്ക് ഏലിയാവെന്നോ മോശയും ഏലിയാവെന്നോ ഒക്കെ പറയുന്നു. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പൈതല് യേശുവിന്റെ രക്തത്താ വീണ്ടെടുക്കപ്പെട്ട ഉൾപ്രാമണത്തിൽ തന്നെ എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ പീഡന കാലഘട്ടം 7 വർഷം ആരംഭിക്കുക. ആ സമയത്ത് 7 വർഷത്തിന്റെ അവസാനത്തേക്ക് ഈ 2 സാക്ഷികളെ കൊല്ലുമെന്നോ അവരുടെ ശരീരം ലോകം മുഴുവൻ കാണുമെന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചത്. കമ്പ്യൂട്ടർ യുഗത്തിൽ, ഇത് ടെലിവിഷനുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം ലോകത്തിൽ എന്ത് സംഭവം നടന്നാലും അറിയാൻ സാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, 2 ഗോൾഡൻ ഗേറ്റ് ആണ്. ഇന്ന് രാത്രിയിലോ ഇസ്രായേലിൽ ഒരു വാതിൽ അടഞ്ഞു കിടപ്പുണ്ട്. ആ വാതിലിന്റെ പേരാണ് കിഴക്കോട്ട് ദർശനമുള്ള ഗോൾഡൻ ഗേറ്റ്. എന്തുകൊണ്ടാണ് ആ വാതിൽ അടഞ്ഞു കിടക്കുന്നത്? 8 കവാടമാണ് ഇസ്രായേലിലുള്ളത്. 7 എണ്ണവും ശത്രുക്കൾ തകർത്തിട്ടും ഇത്രയും പേർ 1983 ജെയിംസ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് പഠനം നടത്തി. റിവ്യൂസ് ഒക്കെ നെറ്റിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റൂ. ഇപ്പോൾ ഈ ഗോൾഡൻ ഗേറ്റ് തുറന്നിട്ടില്ല. എന്ന് തുറക്കും? എന്താ തുറക്കാത്തത്? വാക്യ ബെഗസ്കർ പ്രവചനം
44 അധ്യായം 1 മുതൽ വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ച എഹെസ്കേൽ പ്രവചനം 44 അധ്യായം 1 മുതൽ വാക്യങ്ങൾ. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ ഓർത്തോണം, കിഴക്കോട്ട് ദർശനമുള്ള ഒരു ഗോൾഡൻ ഗേറ്റ് ഇസ്രായേലിന്റെ മണ്ണിൽ അടഞ്ഞു കിടപ്പുണ്ട്. അത് എന്തുകൊണ്ട് അടഞ്ഞു കിടക്കുന്നു വായിച്ചാട്ടെ. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടെ കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നുകൊണ്ട് സ്തോത്ര. അപ്പോൾ ഓർത്തോണോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നുകൊണ്ട് ഈ വാതിലിന് മറ്റൊരു പേര് ആട്ടുവാതുക്കൽ എന്ന. എന്താ അർത്ഥം? ആടുകളെ യാഗത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്ന പ്രത്യേകമായ ഡോറിന്റെ പേരാണ് ആട്ടുവാതുക്കൽ. കിഴക്കോട്ട് ദർശനമുള്ള ഒരു ഗോൾഡൻ ഗേറ്റ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ വിഷയം, അറുക്കപ്പെട്ട കുഞ്ഞാട അവൻ മാത്രമാ യോഗ്യ. ഏറ്റവും അവസാനം ഓശന്ന തിരുനാളിൽ യെരൂശലേം തിരുവീതിയിലൂടെ യേശു കർത്താവ് കടുന്നവേൽ വാഹനമേറി യാത്ര ചെയ്ത് വരുമ്പോ ഇസ്രായേൽ മക്കൾ ഓർത്തു, ഇതാ ഒരു രാജാവ് വരികയാ, ഹേരോദാവിന്റെ കൊട്ടാരം പിടിക്കാൻ വരികയാ. ജനം ആർപ്പിടാൻ തുടങ്ങി. ദാവീദ് രാജ ഹോശന എന്ന് പറഞ്ഞ് ജനമെല്ലാം ഉച്ചത്തിൽ ഇങ്ങനെ ഹോശന പാടിക്കൊണ്ടിരിക്കുക. ചില്ലുകൾ വെട്ടി വഴിയിൽ വിതറി, വസ്ത്രങ്ങൾ വഴിയെ വിരിച്ച് യേശുവിന് ഹോശന പാടി വരുമ്പോ ഇസ്രായേലിന്റെ കവാടം 2 വഴിയാ തിരിയുന്നു. ഒന്ന് വന്ന് നിൽക്കുന്നത് ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്കാ, മറ്റൊരു കവാടം പോകുന്നത്, മറ്റൊരു വഴി കടന്നു പോകുന്നത് ആട്ടുവാതുക്കലിലൂടെ കാൽവരിയിലേക്കാ. സ്തോത്രം. ജനമോർത്തത് ഈ ഭരണം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാ വരുന്നത്. ആർത്തു വരുമ്പോ ആ യാത്ര ശ്രദ്ധിച്ച് അലറിയ. യെരൂശലേം തെരുവീതിയിലൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ ഇസ്രായേൽ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കുക, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പെൺകഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരുമ്പോ അങ്ങകൽ ഉയർന്നു നിൽക്കുന്ന ഹേരോദാവിന്റെ കൊട്ടാരം കാണാ. പ്രവാചകന്മാരുടെ കല്ലറകൾ കാണുമ്പോ ഒരുമിച്ച് അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇതാ അന്ന് പറഞ്ഞ പ്രവചനം ഇതാ ഇതേ തെരുവീതിയിലൂടെ, ഈ സെമിത്തേരിയിലൂടെ, പ്രവാചക കല്ലറ കുടീരത്തിലൂടെ കടന്നു വരുമ്പോ ഇതാ ആ മശികയാണല്ലോ വരുന്നത്. ഉറക്കെ അവർ ഇങ്ങനെ നിലവിളിച്ച് വന്ന് ഏറ്റവും അവസാനം ഈ ഗോൾഡൻ ഗേറ്റിലൂടെ ഏറ്റവും അവസാനത്തെ യാഗ ഊനമില്ലാത്ത പാപമില്ലാത്ത യേശുവിന്റെ മരണം സംഭവിച്ചത് കൊണ്ട് ഈ ഗോപുരം തുറക്കാതെ അടഞ്ഞിരിക്കുക. ഇനി എന്നത് തുറക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ഇവിടെ യുദ്ധം നടക്കും, ഹർമ്മഗത യുദ്ധം. അതാ പറഞ്ഞത്, അതിന്റെ മരിച്ചു വീഴുന്ന ഡെഡ് ബോഡികൾ ക്ലീൻ ചെയ്യാൻ ഇസ്രായേലിന്റെ മണ്ണിൽ ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ചരിത്ര സംഭവം, ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ജീവിതത്തിൽ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ മരുമകൻ പോലും യഹൂദനാണെന്ന് എത്ര പേർക്ക് അറിയാം. ഈ കാലഘട്ടത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി സംഭവിക്കേണ്ടത് ഒരു ആലയം പണിയാന്നുള്ള സ്വപ്നമാ. അതിനുവേണ്ടി ഡോക്ടർ കവിനമിസ്കിയുടെ നേതൃത്വത്തിൽ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയെ രൂപീകരിച്ച് ആലയത്തിന്റെ അടിസ്ഥാനക്കല്ല് രഹസ്യമായി സൂക്ഷിക്കുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിലാണെങ്കിൽ 7 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം ഒലൂമലയിലേക്ക് യേശു വരൂ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി വരുന്നതിന് കൊടുക്കുന്ന പേര് അതാ രാജാവായി വരികയാ. ഒലൂമല ഒരുങ്ങിക്കഴിഞ്ഞ പാടുന്ന അങ്ങനെയാ. യേശുവിന്റെ തൃപ്പാദം ഇതാ താഴെ ഇറങ്ങി ഒലൂമല 2ആയിട്ട് പിളർന്നു മാറുമ്പോ അതിലേക്ക് യേശു തന്റെ സഭയുമാ ഇറങ്ങി വരികയാ. ഈ സമയത്താ മനസ്സിലാകുന്നത്, കുത്തിയവെങ്കിലേക്ക് നോക്കൂ, മാറ് പളർന്നവരിലേക്ക് നോക്കൂ, ഉടയ്ക്കപ്പെടലിൽ നോക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് വന്ന് ഗോൾഡൻ ഗേറ്റിന്റെ ചുവട്ടിൽ വന്ന് കരയുന്നത് 24 സങ്കീർത്തനം എഴുതി വെച്ചിട്ടുണ്ട്. വാതിലുകളെ നിങ്ങളെ തലകയുയർത്തുവി, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പും. പ്രൈസല്ലോ. അപ്പോൾ ഇതാ യേശുവിന്റെ രാജാവ് വരുന്ന കാലഘട്ടത്തിൽ തുറക്കപ്പെടേണ്ടത് ഗോൾഡൻ ഗേറ്റ് എന്ന പ്രവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഓർക്കുക, ജീവിതത്തിന്റെ യാത്രകളിൽ യേശുവിനോട് കൂടെയുള്ള യാത്രയിൽ ആഴമായി മനസ്സിലാക്കാൻ പറ്റണം, കർത്താവ് എന്റെ യാത്ര എത്ര കാലമുണ്ടെന്നറിയില്ല, ഒരു ചെറിയ യാത്രയാ. ആ യാത്രയിൽ ഒരുങ്ങുന്ന സമയത്ത് ഇന്ന് രാത്രി കണ്ണടഞ്ഞാൽ ദൈവമേ നിത്യതയിൽ പോകുമെന്ന് ഉറപ്പോടുകൂടെ കൃപയോടുകൂടെ നിൽക്കാൻ പറ്റണം. മരണമെന്നുള്ളത് പലർക്കും പേടിയാ. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാ. ഇന്നും ഇവിടെ ആയുസോടെ വന്നത് കോവിഡ് വന്ന് ഒരുപാട് ആളുകൾ മരിച്ചിട്ടു. ജീവനോടിരിക്കുന്നത് ഓർക്കുക, ഫലം കായ്ക്കുമെന്ന് ഓർത്തുട്ട. സാധു കൊച്ചുഞ്ഞുദേശിയുടെ ജീവിതാനുഭവം ഞാൻ പറയാ. അദ്ദേഹത്തിന്റെ വീട് മൂത്താമ്പ്ലാക്കൽ ഒരു കായൽക്കരയില. ദൈവദാസന്റെ വീട്ടിൽ പലപ്പോഴും പട്ടിണിയാ. ഒത്തിരി സംഭവങ്ങൾ ഈ മൂത്താമ്പ്ലാക്കൽ ഉപദേശിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്.
അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കൽ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോകുക. ഉപദേശിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമായി. കാരണം നല്ല ആഹാരം കഴിച്ചിട്ട് ഒത്തിരി നാളായി. മക്കളോട് ഉപദേശിച്ച് പറഞ്ഞു, മക്കളെ, നമ്മളെ ഈ കല്യാണത്തിന് വിളിക്കും, ഒരു നേരമെങ്കിലും നല്ല ആഹാരം എന്റെ കുഞ്ഞുങ്ങൾക്ക് കല്യാണ വീട്ടിൽ പോയി മേടിച്ചു തരാം. മക്കളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. പന്തല്ല പണിയെല്ലാം പൂർത്തിയായി. കല്യാണത്തിന് ഏതാനും ദിവസമേ ഉള്ളൂ. ആരും ഉപദേശിച്ച വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. ഉപദേശി മക്കളോട് പറഞ്ഞ്, ഏറ്റവും അവസാനം നമ്മളെ വിളിക്കുക. കാരണം നമ്മൾ ഏറ്റവും അടുത്തുള്ള വീടാ, നമ്മളെ ഒരിക്കലും വിളിക്കാതിരിക്കത്തില്ല. ഇതിനോട് ചേർത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു വിരുന്നുണ്ടാക്കിയാൽ നിങ്ങൾ വിളിക്കുന്നത് ആരെയാണ്? ഇതിനേക്കാൾ വലിയ വിരുന്ന് തിരിച്ചു തരാൻ പറ്റുന്നവരല്ലേ? പണ്ട് എന്നെ ഒരു ആള് കല്യാണത്തിന്, അച്ഛാ കല്യാണത്തിന് വരണോ, എന്റെ കല്യാണം 100 അച്ഛന്മാര് വേണമെന്ന് ആഗ്രഹം. ബിഷപ്പുമാരെല്ലാം വേണം, കേരളത്തിലെ മന്ത്രിമാർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ. ഉപദേശിയെ കല്യാണത്തിന് വിളിച്ചില്ല. ആ കല്യാണ ദിവസം ഉപദേശിയുടെ വീട്ടിൽ പട്ടിണിയാ. തൊട്ടു മുന്നിൽ കയ്യെത്തും ദൂരത്ത് കൺമുമ്പിൽ ഒരു വലിയ കല്യാണ പന്തലിൽ ഒരു വലിയ സദ്യ നടക്കുന്ന അന്ന് പകൽ ചാണകവടിയ തറയിൽ ശൗമയിൽ ഉൾപ്പെടെ ഉപദേശിയുടെ കുഞ്ഞുങ്ങൾ വിശന്നൊട്ടിയ വരയോടെ കൊതിയോടെ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചങ്ക് തകർന്നു പോയി. ഉപദേശി കാണുകയാ കേട്ടോ. ഓർക്കണം, സ്വന്തം കുഞ്ഞുങ്ങൾ ആഹാരമൊന്നും കടിക്കാതെ അടുത്ത വീട്ടിൽ കല്യാണ പന്തലിൽ മറ്റുള്ളവർ കടിക്കുന്നതിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്നത്, കണ്ണീരോടെ ഇരിക്കുന്നത്, വേദനയോടെ നോക്കുന്നത് ഉപദേശി കാണുകയാ. അകത്തെ മുറിയിൽ ഒച്ചുഞ്ഞ ഉപദേശി മുട്ടുമേ നിന്നു. ഹല്ലേലൂയ. നമുക്ക് ആശ്രയിക്കുക ഒരു പാദപീഠമുണ്ട്. ഏത് സമയത്തും കരയുക ഒരു ഇടം നിനക്കുണ്ട്, ഒരു അഭയം നിനക്കുണ്ട്. നിന്റെ ഉടയുന്ന മനസ്സിനെ തടവുന്ന കടമയുള്ളൊരു നാഥൻ നിനക്കുള്ളത് കൊണ്ട് അവിടെ മുടങ്ങാൻ മടക്കി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഉപദേശിയുടെ വീടൊരു കായൽക്കരയില. അകലെ നിന്നൊരു വള്ളം വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിളിച്ചു ചോദിക്കുക, മൂത്താമ്പിളാക്കൾ കൊച്ചുപദേശിയുടെ വീട് എവിടെയാന്ന് ചോദിച്ച് ഒരു സഹോദരൻ വള്ളം തുടഞ്ഞുകൊണ്ട് പേര് ചോദിച്ച് ഉച്ച വിളിച്ചു ചോദിച്ച് വരികയാ. മക്കള് വന്ന് പറഞ്ഞപ്പ ആരോ ഒരാ വള്ളം അടുപ്പിച്ച് വീടുമുറ്റത്ത് വന്ന് നിപ്പുണ്ട്. ഉപദേശി അന്വേഷിച്ച് വന്നിരിക്കുക. കുഞ്ഞുദേശി പ്രാർത്ഥന മുറിയുന്നു തന്നെ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും, അകത്തോട്ട് വരാൻ പറഞ്ഞാട്ടെ. ഉപദേശി കല്യാണമൊന്നുമല്ല പ്രശ്നം, പ്രാർത്ഥിക്കാൻ വന്ന പ്രാർത്ഥിക്കാന്നോർത്തുകൊണ്ട് ഉപദേശി ഇരിക്കുമ്പോൾ പറയാ, പുറത്തുള്ള സഹോദരൻ പറഞ്ഞു, ഉപദേശിയെ വെളിയിലേക്കൊന്ന് വന്നാട്ടെ, പ്രാർത്ഥിക്കാൻ വന്നതല്ല കേട്ടോ. കായൽക്കരയിൽ ഒരു വള്ളം അടുത്ത് കിടപ്പുണ്ട്. കായൽക്കരയിൽ ദൈവത്തിന്റെ കരുതലെടുത്ത് കിടപ്പുണ്ട്. ഉപദേശിക്കുള്ള ഭക്ഷണമായി ഒരു വള്ളം നിറച്ച് ആ ഭക്ഷണ സാധനമായി ഏതോ ഒരു മനുഷ്യനിതാ ദൈവം അയച്ചിട്ട് ആ കായൽക്കരയിൽ വള്ളമെടുത്ത് കിടക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, അവിടെ ഇതാ ഈ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ ദൈവത്തിന്റെ കരുതൽ കണ്ടപ്പോ ഉപദേശി എഴുതിയ പാട്ട, കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമല്ല തീർത്തിയിടുന്ന എന്റെ ദൈവം സ്വർഗ സിംഹാസന എന്നിൽ കനിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പറയാ, നിന്നെ അറിയേണ്ടവ നിന്നെ അറിയാതിരിക്കും, നല്ല വാക്ക് പറയേണ്ടവ പറയാതിരിക്കുമ്പോ, നിന്നെ സഹായിക്കേണ്ടവ നിന്നെ സഹായിക്കാതിരിക്കുമ്പോ, ഇതാ ജീവിതത്തിന് നൊമ്പര കടലിൽ പ്രാർത്ഥിക്കുന്ന ഭക്ത, ആരും അറിയാതെ രാത്രിയാമങ്ങളിൽ ഒരു കുറുപ്രാമനെ പോലെ കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു ഇതാ ഒരു ഇടം നിനക്കുണ്ട്. ചില കരുതലുകൾ നിന്റെ കണ്ണു തുറന്ന് നോക്ക്. കാണുന്നില്ലേ മഴവിൽ? കാണുന്നില്ലേ ഒരു കൈപ്പത്തിയുടെ മേഘമിത ഉയർന്ന് പൊങ്ങുന്നത്? ഒരു പിന്മഴയുടെ മേഘമിത കാണാൻ പറ്റുന്നുണ്ടോ? മുടങ്കാൽ മടക്കി കരയുന്ന ദൈവവേദന ണെങ്കിൽ അച്ഛൻ ഇപ്രകാരം പറയൂ, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു മനുഷ്യന് മുമ്പിൽ കണ്ണീരോട് എന്റെ ദൈവം നിർത്തത്തില്ല. ദൈവത്തിന്റെ പാദപീഠത്തിങ് മുട്ടുമേ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ആരുടെ മുമ്പിൽ നീ തലതാഴ്ത്തി നിൽക്കുക എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ആ ദൈവം നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഇന്ന് പറയണ, എനിക്ക് വേണ്ടി ഒരുക്കുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ച്
എന്റെ സന്താപം തീർക്കുന്ന ഒരു പ്രാണനാഥനിത സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇറങ്ങി വരാൻ സമയമാ. ദൈവത്തിന്റെ പൈതല്, നീ നൽകിയതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ഇതാ ക്രിസ്തുവിന്റെ ന്യായാസനമാ. അതിനെ കുറിച്ച് പറയുന്നത്, പേര് വിളിക്കൂ, നേരം കാണൂ, എന്റെ പേര് ഹല്ലേലൂയ. ഇവിടെ നൽകിയതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് ഒരു വിശ്വാസമുണ്ട്? മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ ചിറകിലേറി വരുമ്പോൾ തന്നെ എടുക്കപ്പെടുക എന്നുള്ളത് ഈ ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ആ യേശുവിനോട് കൂടെയുള്ള 3 പ്രധാനപ്പെട്ട സിംഹാസനം. 1 ക്രിസ്തുവിന്റെ ന്യായാസനം, 2 തേജസ്സിന്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനം. അതിലേക്ക് പറയാൻ സമയമില്ല. എന്നാൽ ഓർത്തോണോ, ഈ ലോകത്തിൽ ചെയ്യുന്നതിനെല്ലാം ഒരിക്കലൊരുന്ന നീ കണക്ക് ബോധിപ്പിക്കണം. അതുകൊണ്ടാ പറയുന്ന 22-ാം അധ്യായത്തിൽ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അടുക്കുള്ളവനെ അടുക്കാകട്ടെ. എന്നാൽ ഓർക്കുക, യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താ കടികൾ പ്രാപിച്ച ദൈവത്തിന്റെ പൈതൽ വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവകൃപയോടെ എല്ലൊന്നും മാറി ജീവിച്ചു തുടങ്ങിയ, ആരും ചവിട്ടാത്ത വടികളോട്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമത അധികമാരും ചവിട്ടാത്ത വടിയ, അധികം നടക്കാത്ത വടിയ, വ്യത്യസ്തമായ വേറിട്ട വടികളിൽ നസ്രയത്തിൽ നിന്നു ഗലീല വടി കാൽവരിലേക്ക് നടന്നു കയറിയ ഈ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പ പിടിച്ച് മറുകൈ കൊണ്ട് കണ്ണീർ തുടച്ച് നീ തറന്നു തുടങ്ങിയ, നിന്നെ അറിയുന്ന, നടത്തുന്ന, ശക്തീകരിക്കുന്ന, വഴിയൊരുക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മറന്നു പോകരുത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. സമയമാകുന്നല്ലോ. ഒറ്റക്കാരും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു വലിയ വൃക്ഷത്തിന്റെ ചില്ലകളിൽ ഒരു തൂക്കനാങ്കുരുവി കൂടുകൂട്ടി ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഒരു മരം വെട്ടുകാരൻ അതിലേ വന്നു. തൂക്കനാങ്കുരുവിയുടെ പാട്ട് നിർത്തുന്നില്ല. ഉച്ചത്തിൽ പാടുകയാ. മരം വെട്ടുകാരൻ മരം വെട്ടാൻ തുടങ്ങി. അടുത്ത ഒരു വെട്ടിന് മരം നിലമ്പത്തൂന്ന് അവസ്ഥയായി. മരം വെട്ടുകാരൻ തൂക്കനാങ്കുരുവിയോട് ചോദിച്ചു, തൂക്കനാങ്കുരുവിയെ, നിന്റെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കനിവ് കണ്ടാ നീ ഇപ്പൊ പാട്ടുപാടി ഈ മരത്തിന്റെ ചില്ലയിലിരിക്കുന്നത്. അടുത്ത ഒരു വെട്ടിന് ഈ മരം നിലമ്പത്തും, നിന്റെ കൂട് ചിന്നിച്ചു തറും, നിന്റെ മുട്ടകൾ പൊട്ടിപ്പോകും. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക, നിന്റെ പാട്ട് നിർത്തുക. തൂക്കനാങ്കുരുവി മരം വെട്ടുകാരനോട് പറഞ്ഞ ഉത്തരമാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഉത്തരം. ഈ മരം വെട്ടുകാരാ, എനിക്കറിയാം അടുത്ത വെട്ടിന് മരം നിലമ്പത്ത് വന്നു, എന്റെ കൂട് ചിന്നിച്ചു തറവന്നു, എന്റെ മുട്ട പൊട്ടിപ്പോകുന്നു, എനിക്കറിയാ. പക്ഷെ ഞാൻ പാട്ടുപാടും. എന്റെ ആശ്രയോ, എന്റെ ബലമെന്ന് പറയുന്നത് നിന്നെ മരച്ചില്ലയല്ല കേട്ടോ. ദൈവം നൽകിയ 2 ചിറകനിക്കുണ്ട്. അത് ഞാൻ പറന്നുയരും. കോവിഡ് വന്നാലോ, പ്രളയം വന്നാലോ, പ്രതിസന്ധി വന്നാലോ, രോഗം വന്നാലോ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആരൊക്കെ നീ തകരുമെന്ന് പറഞ്ഞാൽ നീ തകർന്നു പോകത്തില്ല. ഒരു വിധത്തിലോ നിന്നെ ഒരു വർഷം ശപിച്ചാലോ അത് ഫലിക്കത്തില്ല. ഒരു വാതയോ നിന്റെ കൂടാർത്ത് അടുക്കത്തില്ല. ഉള്ളം തുടിച്ച് ദൈവത്തോട് സ്വർഗമാ ബന്ധമുള്ള ദൈവത്തിന്റെ പൈതൽ ഇന്ന് രാത്രി ഓർത്തോണം, എന്റെ ജീവിതത്തിൽ ചിറക് വിരിക്കുന്ന ഒരു ദിവസമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദിവസമുണ്ട്, എന്നെ ചേർക്കാൻ വരുന്ന ഒരു മേഘമുണ്ട്. അന്ന് ഞാൻ എന്റെ പ്രാണപ്രിയനോട് ചേർന്ന് പറന്നുയരുമെന്ന ഉറപ്പോടെ, കൃപയോടെ, ദൈവകൃപയോടെ നിൽക്കണം. ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, ഇതിന് കവിഗണത്തിൽ വന്നവരുണ്ട്, സ്പോൺസർ ചെയ്തവരുണ്ട്, ഭക്ഷണം കൊടുത്തവരുണ്ട്, ഇതിനോട് അധ്വാനിച്ച ഒരുപാട് ആളുകളാ. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവ പൈതലേ, നിത്യതയ്ക്ക് വേണ്ടി നിന്റെ ആത്മാ ഒരുക്കപ്പെടട്ടെ. ഒരു ദൈവ പൈതൽ പോലും ഈ വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാതെ ഈ ആലയത്തിൽ നിന്നു, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാ ദിവസമാ. ഇത്ര വലിയ രക്ഷ ഇതാ വരച്ച് കാട്ടിക്കിട്ടു. ക്ഷുദ്രം ചെയ്തതുപോലെ, കുരുട്ട് കണ്ണുകളെ പോലെ ഹൃദയം കാഠിന്യമാ. ഇരിക്കരുത്. യേശുവിന് വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി ഇന്ന് രാത്രി നിന്റെ ജീവിതം സമർപ്പിച്ച് ദൈവകൃപയോടെ എന്റെ പേര് ദൈവമേ ജീവപുസ്തകത്തിൽ എഴുതണമേ എന്ന് പ്രാർത്ഥനയോടിരിക്കുക. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. കായിക സുഖത്തോട് ചന്തികാല അഭിഷേകം എന്ന പാട്ട് കരങ്ങളടിച്ച പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുക. ഇന്ന് രാത്രി മറ്റാരെ നമ്മൾ നോക്കണ്ട. ദൈവമുഖ ദർശനത്തോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി ഈ 3 ദിവസക്കാലം ദൈവത്തെ അനുഗ്രഹം വ്യാപിച്ചതുപോലെ കർത്താവേ എന്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ആരാധിക്കാൻ വേണ്ടി പോവുക. വളരെ സന്തോഷത്തെ ഇത്ര അനുഗ്രഹമായി നടത്തിയ
ദൈവത്തിന് വലിയ കാരുണ്യമോർത്തുകൊണ്ട് അന്ത്യകാല സംഭവങ്ങൾ അക്കമിട്ട് ഇറങ്ങുന്ന ഒരു വലിയ സമൂഹത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ശക്തിയോടെ ബലത്തോടെ ദൈവകൃപയോ കായിക സുഖത്തോട് ചേർന്ന് ഉത്സാഹത്തോടെ പാടി ആരാധിക്കുക. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലയം ഏറ്റെടുക്കുന്ന നിമിഷമായി തീരട്ടെ. നെടുകും കുറങ്ങും തലങ്ങും വിലങ്ങുമാ ദൈവശക്തി വ്യാപരിക്കുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ കായിക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് പാടി ഉത്സാഹത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കുക. അന്ത്യകാല അഭിഷേകം എല്ലാവരും ചേർന്ന് പാടാം.